എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മലയാളം സോഷ്യൽ മീഡിയ, അതായത് നല്ല ഭംഗിയുള്ള മലയാളം സോഷ്യൽ മീഡിയ അല്ലേ, എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ മത്സരിക്കാൻ പോയ ഒരു പെൺകുട്ടിക്ക് ഡേ 1 മുതൽ സൈബർ അറ്റാക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരെ നശിപ്പിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയാണ് മലയാളം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഈ ഒരു പെൺകുട്ടിയെ ചേർത്ത് നിർത്തുന്നവരെ എല്ലാം നശിപ്പിക്കും ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള കുറേ ആളുകൾ. ഇനി ഈ പെൺകുട്ടിയെ എതിർത്ത് നിൽക്കുന്ന ഒരു ബുദ്ധിയുമില്ലാത്ത നാക്കെടുത്ത കള്ളം പറയുന്ന ആരെങ്കിലും ആണെങ്കിൽ പോലും ആ വ്യക്തിയോ ആ വ്യക്തിത്വത്തെയോ ആ വ്യക്തി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ എന്ത് കാണിച്ചു എന്നുള്ളതിനൊന്നും വില കൊടുക്കാതെ ആ ഒരു വ്യക്തിയെ പൊക്കിക്കൊണ്ട് നടക്കും. അപ്പൊ അതിനൊരു വലിയ ഉദാഹരണമാണ് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസ് ഷോയ്ക്കുള്ളിലേക്ക് കടന്നുപോയ 2 പേർ. ഒരാൾ ഈ പെൺകുട്ടിയെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ആ സമയത്ത് ഈ പെൺകുട്ടിക്കെതിരെ നടന്നിരുന്ന സൈബർ ബുള്ളിങ് കണ്ടു കഴിഞ്ഞാൽ മനസ്സലിയും, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കും, അയ്യോ ഞാൻ അകത്തു പോവുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഹിന്റ് എങ്കിലും കൊടുക്കും എന്നുള്ള രീതിയിൽ ഒരു മനസാക്ഷി കുത്ത് അല്ലെങ്കിൽ ഒരു വേദന ഒക്കെ ഉണ്ടാകും. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുകയും ചെയ്യും അല്ലേ. അതിന് പ്രകാരം അദ്ദേഹം ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തു, പുറത്ത് ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഹിന്റ് ഇട്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെയെങ്കിലും അവൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചു. അന്ന് മുതൽ അദ്ദേഹത്തിനെതിരെ കടുത്ത സൈബർ ബുള്ളിങ് ആണ് നടക്കുന്നത്, ട്രോളുകളായിട്ടും. അതായത് ആ ഒരു വ്യക്തിത്വത്തെ പോലും മറ്റൊരു വ്യക്തിത്വമായി ചിത്രീകരിച്ച് എന്തും വേണ്ടിയുള്ള സൈബർ ബുള്ളിങ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ കേട്ടോ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. ബിക്കോസ് അവരിങ്ങനെ ഭർത്താവ് ബിഗ് ബോസ് ഷോയിൽ പോയി എനിക്ക് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ നല്ല രീതിയിൽ വെളുപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ചിന്താഗതിക്കാരി ഒന്നുമല്ല. അവർ അവരുടെ വ്യക്തിത്വം എങ്ങും അടിയറവ് വയ്ക്കാതെ അവരുടെ ഭർത്താവിനെ ഒരു മത്സരാർത്ഥിയായി മാത്രം കണ്ട് അദ്ദേഹം ആ ഷോയിൽ കാണിക്കുന്ന തെറ്റുകളാണെങ്കിലും ശരികളാണെങ്കിലും ഓരോ ദിവസവും വീഡിയോയായി അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് അവരുടെ വ്യക്തിത്വമാണ്, അവരുടെ ഒരു പേഴ്സണാലിറ്റിയാണത്. നമ്മളത് റെസ്പെക്ട് കൊടുക്കുക തന്നെ വേണം. അതിന് പകരമായിട്ട് അവരെ പോലും സൈബർ ബുള്ളിങ് ചെയ്യുക, മറ്റു പല കാര്യങ്ങളിലും അവരെ പിടിച്ച് ഇടയ്ക്കിടുക, അവരെ ഒരു വില്ലത്തിയായിട്ട് സങ്കല്പിക്കുക, ആളുകളുടെ മുന്നിൽ ചിത്രീകരിക്കുക, പല കാര്യങ്ങളിലും ഇടയിൽ വെല്ലുവിളിച്ചതും വില്ലത്തിയായിട്ട് കളിച്ചതുമൊക്കെ ഈ ഭാര്യയാണ് എന്നുള്ള രീതിയിലുള്ള ട്രോളുകൾ, സൈബർ ബുള്ളിങ് ഒക്കെ ഈ ഒരു കുടുംബത്തിന് നേരെയുണ്ടായി. അതായത് ഈ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും നേരെയുണ്ടായി. എന്തുകൊണ്ടാണ്? കാരണം ഈ ഒരു പെൺകുട്ടിയെ, ഞാൻ ആദ്യം പറഞ്ഞ പെൺകുട്ടിയെ ഇദ്ദേഹം ചേർത്ത് നിർത്താൻ പോകുന്നു എന്നറിഞ്ഞ ഈ ഒരു ഗ്രൂപ്പുകാർ ഇദ്ദേഹത്തിനെയും ഭാര്യയും സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അതാണ് ഒരു ഉദാഹരണം. ഇനി ഈ പെൺകുട്ടിയെ എതിർത്ത് നിൽക്കുന്ന ആളുകളെ എങ്ങനെയാണ് ഇവർ സ്വീകരിക്കുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ. വൈൽഡ് കാർഡ് എൻട്രി ആയി കയറിയതിൽ മറ്റൊരാൾ ഈ പെൺകുട്ടിയെ തീർത്തും എതിർത്ത് ചെന്നപ്പോൾ തന്നെ ഇദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറഞ്ഞു. എൻ്റെ പൊന്ന് പെൺകുട്ടി, അവളുടെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച ഈ ലോകം തന്നെ എനിക്കെതിരാവും. അതായത് പുള്ളിക്കാരൻ പുറത്തുനിന്ന് അകത്തോട്ട് കയറിയത് തന്നെ ഈ ഒരു പെൺകുട്ടിയെ സൈബർ ബുള്ളിങ് ചെയ്ത് സ്റ്റാർ ആകണമെന്ന് വിചാരിച്ചാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു മത്സരാർത്ഥിക്ക് യാതൊരു അജണ്ടകളോ സ്ട്രാറ്റജികളോ ഒന്നുമില്ലാത്ത വെറും പൊള്ളയായ ഒരു മത്സരാർത്ഥി. ആകെ പുള്ളിക്കൊരു ചിന്തയുണ്ടായിരുന്നത് പുറത്തു നിന്നുള്ള ഈ സൈബർ അറ്റാക്ക് കണ്ട് ഈ മത്സരാർത്ഥിയെ അകത്ത് ചെന്ന് പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ബുള്ളിങ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു സ്ട്രാറ്റജി. രണ്ടാമത്തത്, ബിഗ് ബോസ് ഹൗസിൽ മറ്റൊരു കോംബോ ആയിരുന്നു ശ്രീതു ആൻഡ് അർജുൻ. എങ്ങനെയെങ്കിലും ശ്രീധുവിൻ്റെ അടുത്തുനിന്നിരിക്കണം, ശ്രീധുവിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് എനിക്ക് ഇറങ്ങിയാൽ മതി, ശ്രീധുവിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ലോകം എന്നെ അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ അടുത്തിരിക്കുന്നു, കയ്യെ പിടിക്കുന്നു. അവളുടെ അനുവാദമില്ലാതെ ശ്രീ മോഹൻലാൽ വന്നൊരു എപ്പിസോഡിൽ അവളുടെ കയ്യിൽ ചുംബിക്കുന്നത് പോലെ കാണിക്കുകയും ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പൊ ഇതൊന്നും ഇദ്ദേഹത്തിന് പ്രശ്നമില്ല. മറ്റേ പെൺകുട്ടി അവളുടെ സഹമത്സരാർത്ഥിയോട് ഇരിക്കുന്നതും സ്വകാര്യം പറയുന്നതും ഇദ്ദേഹത്തെ വല്ലാതെ നോവിക്കും. പക്ഷെ ഇദ്ദേഹത്തിന് അർഹതയില്ലാത്തടത്ത് പോയി ഞെളിഞ്ഞിരിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. ആരും ഇദ്ദേഹത്തെ ഒന്നും പറയുന്നതുമില്ല. മറ്റേ കുട്ടി എന്ത് ചെയ്താലും തെറ്റ്, ഇദ്ദേഹം എന്ത് ചെയ്താലും ഇദ്ദേഹത്തെ പൊക്കി വാനോളം പുകഴ്ത്തി ഇതുപോലൊരു വൈൽഡ് കാർഡ് എൻട്രി വേറെ ആരുമില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ ഇളക്കി മറിച്ച മത്സരാർത്ഥി വേറെ ആരുമില്ല. സത്യം പറഞ്ഞാൽ ഇതുപോലെ യാതൊരു സ്ട്രാറ്റജിയും ഇല്ലാതെ 2 പെൺകുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്ത് ബിഗ് ബോസിനുള്ളിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയി ചെന്ന ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മത്സരാർത്ഥി ഇല്ല. അപ്പൊ ഈ പെൺകുട്ടിയെ ചേർത്ത് നിർത്തുന്നവർ ആരൊക്കെയാണോ അവർക്കൊക്കെ പണി കൊടുക്കുന്ന മലയാളം സോഷ്യൽ മീഡിയ ഈ പെൺകുട്ടിയെ മാറ്റി നിർത്തി അങ്ങേയറ്റം തരം താഴ്ന്ന രീതിയിൽ ഒരു മൃഗത്തിന് കൊടുക്കുന്ന വില പോലും ഇല്ലാതെ ചവിട്ടി താഴ്ത്തുന്നവർ ആരാണോ അവരെ പൊക്കി രാജാക്കന്മാരെ പോലെ വാഴിക്കുന്ന മലയാളം സോഷ്യൽ മീഡിയ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോവുക, അടുത്ത സീസൺ 7 തുടങ്ങുമ്പോഴാണെങ്കിലും
ഇങ്ങനെ ഒരു ഇര ഉണ്ടാവാതിരിക്കട്ടെ. അടുത്ത ബിഗ് ബോസ് സീസൺ 7 എങ്കിലും നല്ല രീതിയിൽ പോകട്ടെ. ആ ഒരു ചാനൽ എഫേർട്ട് ഇട്ട് അത്രമാത്രം വലിയൊരു ഷോ കൊണ്ടുപോകുന്ന, അതിനെ തകർക്കാൻ പുറത്ത് കുറേ ആളുകൾ, അതിന് വിക്ടിം ആവാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയും അടുത്ത സീസണിലെങ്കിലും ഇങ്ങനെയുള്ള അനാവശ്യ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.